പഠിച്ചിട്ടും തീരുന്നില്ല. ഈ ഒരു പ്രശ്നം എൻ്റെ മക്കൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് പഠിച്ചിട്ട് തീരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് അതിൻ്റെ ആൻസർ അല്ലേ. ഒന്നുകിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച സമയത്ത് ആ പഠിച്ച രീതി ശരിയായിട്ടുണ്ടാവില്ല. പഠിച്ച രീതി ശരിയായില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ബൈഹാർട്ട് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണ്, നമ്മളെല്ലാം ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചിങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പം നമ്മൾക്ക് ആ സമയത്ത് നല്ല ഓർമ്മയുണ്ടാവുമെങ്കിലും പിന്നെ നമ്മൾ എല്ലാം നല്ലോണം പോലെ പഠിച്ചു, എല്ലാ ചാപ്റ്ററും ബൈഹാർട്ട് ചെയ്തു. പക്ഷെ ഇപ്പം നിങ്ങൾ എക്സാം അടുത്ത സമയത്ത് റിവിഷന് വേണ്ടി എടുത്ത് നോക്കിയപ്പം ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ആകെ കൂടെ ടെൻഷനായി, ഇനി എന്താക്കും, എങ്ങനെ പഠിക്കണം എന്നറിയില്ല, ഇതൊക്കെ ഞാൻ വീണ്ടും പഠിക്കണമല്ലോ, ആ ഒരു ചിന്തയൊക്കെ നമ്മളെ വല്ലാതെ ടെൻഷനാക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ എൻ്റെ കുട്ടികൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ് 9 ആൽഫ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ലൈവിൽ നിങ്ങളത് എങ്ങനെയാണ് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നുണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് ഇനിയിപ്പോൾ റെക്കോർഡഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഉണ്ടാകും, വർക്ക്ഷീറ്റ് ഉണ്ടാകും, PDF നോട്ട്സ് ഉണ്ടാകും. ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നമ്മുടെ ബാച്ചിൽ റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ ഫാസ്റ്റ് അടിച്ചിട്ടോ അല്ലെ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾ കണ്ടു നോക്കുക, അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക, അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നുണ്ടാകും. അത് മാത്രമല്ല നമ്മുടെ ബാച്ചിൽ ഇപ്പം നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, വേഗം തന്നെ ലേറ്റ് ആക്കാതെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അതിലൊന്നും നിങ്ങൾക്ക് അറിയാത്ത അവസ്ഥ ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടെൻഷൻ അടിക്കാതെ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.